മാനിഫെസ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പദമാണല്ലോ യൂണിവേഴ്സ് എന്നുള്ളത്. നമ്മൾ അഗാധമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നമുക്ക് നടത്തി തരുന്നു എന്നാണല്ലോ ഈ മാനിഫെസ്റ്റേഷൻ കോച്ചുമാർ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കണക്ക് നോക്കി നമുക്ക് സാധിച്ചു തരാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മൾ എന്തെങ്കിലും അഗാധമായി ആഗ്രഹിക്കുമ്പോൾ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ ഇറ്റ് എന്ന് പൗലോ കൊയ്ലോ തന്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിനെ നമ്മൾ ഈ പറഞ്ഞ കോടാനുകോടി ഗ്രഹങ്ങളുടെ പ്രപഞ്ചമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. യൂണിവേഴ്സ് എന്ന വാക്കിന് വ്യത്യസ്തമായ അർത്ഥമാണ് നമ്മൾ ആ കാര്യത്തിൽ സങ്കല്പിക്കേണ്ടത്. ശരിയായ അർത്ഥത്തിൽ ഈ യൂണിവേഴ്സ് എന്ന പദത്തിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ഇപ്പോൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് സൂപ്പർ കോൺഷ്യസ്. നമ്മൾ നേരത്തെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ബ്രെയിനിന്റെ തന്നെ ഡിഫറെന്റ് ലേയേഴ്സ് ആണ്. ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് മെമ്മറി നമ്മുടെ തന്നെ ശരീരത്തിനകത്തിരിക്കുന്ന നമ്മുടെ ബ്രെയിനിലാണ് ഇരിക്കുന്നത്. എന്നാൽ സൂപ്പർ കോൺഷ്യസ് ഒരു പടി കൂടെ മുകളിലാണ്. ഇത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റർനെറ്റ് പോലെ നമ്മുടെ എല്ലാവരുടെയും മെമ്മറീസ് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് സൂപ്പർ കോൺഷ്യസ് എന്ന് പറയുന്നത്. ഈ ഇന്റർ കണക്ഷൻ ഒന്നും ശാസ്ത്രീയമായി നമുക്ക് വിശദീകരിക്കാൻ ഇപ്പോഴത്തെ സയൻസിന്റെ ഡെവലപ്മെന്റ് വെച്ചിട്ട് സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതും ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ എല്ലാ സംഭവങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലരുടെയും തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു എന്ന് കരുതുക. അതിനു മുമ്പും അതിനുശേഷവും ഒരുപാട് നമ്പറുകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ലോട്ടറി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു തീരുമാനമാണ്. നിങ്ങളുടെ ബ്രെയിനിൽ ആ സമയത്ത് വന്ന ഒരു തീരുമാനം. മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചു, ഒരു വണ്ടി ആക്സിഡന്റ് ആയി എന്ന് കരുതുക. നിങ്ങൾ ആ വണ്ടി വലത്തേക്ക് തിരിക്കാൻ അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിക്കാനോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. വണ്ടിയുടെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഓപ്പോസിറ്റ് വന്ന വണ്ടിയിലിരുന്ന ആളുടെ ബ്രെയിനിലും ഇത്തരത്തിൽ പല തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഈ തീരുമാനങ്ങളുടെ ആകത്തുകയായിരുന്നു നിങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായ ആ അപകടം. ഇങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നതിന് കാരണമാകുന്നത് നിങ്ങളുമായി കണക്റ്റ് ആകുന്ന ആൾക്കാരുടെ തീരുമാനങ്ങളാണ്. ഇപ്പൊ നമുക്ക് ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന നമ്മുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സ് യഥാർത്ഥത്തിൽ നമ്മളുമായി കണക്റ്റ് ആകുന്ന മനുഷ്യരാണ്, സൂപ്പർ കോൺഷ്യസ് ആണ്. മാനിഫെസ്റ്റേഷൻ സാധ്യമാണ്, മാനിഫെസ്റ്റേഷൻ നടക്കും. അത് നടക്കുന്നത് നിങ്ങളുമായി കണക്റ്റ് ആകുന്ന മനുഷ്യരിൽ നിങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തിലൂടെ, അവരെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ആണ് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. നമുക്കൊരു ജോബ് ഇന്റർവ്യൂവിന്റെ ഉദാഹരണം എടുക്കാം. നിങ്ങൾക്ക് അഗാധമായ ആഗ്രഹമുണ്ട് ആ ജോലി നിങ്ങൾക്ക് ലഭിക്കണമെന്ന്. സബ് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ വളരെ ശക്തമായി വിശ്വസിക്കുന്നു ആ ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്ന്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ, നിങ്ങളുടെ ബ്രെയിൻ വേവുകളിൽ ഉൾപ്പെടെ ആ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. ഈ മാറ്റം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂവറെ സ്വാധീനിക്കും. ഈ സ്വാധീനം നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ അയാളുടെ ബ്രെയിനിനെ പ്രേരിപ്പിക്കും. അങ്ങനെയെങ്കിൽ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്താണ്? യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഉള്ളിലെ അഗാധമായ ആഗ്രഹം തന്നെയാണ്. ആ ആഗ്രഹത്തിനോട് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആണ്. ഇങ്ങനെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള പ്രപഞ്ചം, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത്. മാനിഫെസ്റ്റേഷന് കുറുക്കു വഴികളില്ല. മാനിഫെസ്റ്റേഷൻ സാധ്യമാണ്, അത് ശാസ്ത്രീയവുമാണ്. അത് സാധിക്കണമെങ്കിൽ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.